ഹായ്, ഓർഗാനിക് കിങ്ഡത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ജൈവ കൃഷി യാത്ര ഇന്ന് പോകുന്നത് നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാർഷിക കേന്ദ്രത്തിലേക്കാണ്, അഥവാ കൃഷിയിടത്തിലേക്കാണ്. അനന്തപുരിക്ക് അഭിമാനമായ കനകക്കുന്ന് കൊട്ടാരവളപ്പിൽ സൂര്യകാന്തിക്ക് സമീപമായി സൂര്യശോഭയോടെ തിളങ്ങി നിൽക്കുന്ന ഒരു കാർഷിക കേന്ദ്രമാണ് ഇത്. 1945 ഈ അഗ്രി ഹോർട്ടി സൊസൈറ്റി യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. ഇത് 45 ആരംഭിക്കുന്ന മുതൽ 1971 വരെ ഗോദവർമ്മ രാജാവായിരുന്നു ഇതിൻ്റെ പ്രസിഡൻറ്റ്. അദ്ദേഹം ആക്ച്വലി ഇതിൻ്റെ ആരംഭം മുതൽ 72 വരെ അദ്ദേഹം ഫൗണ്ടർ പ്രസിഡൻ്റായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. അതിനുശേഷം ആണ് പ്രഗത്ഭരായ പല IAS ഓഫീസർമാരും ഇതിൻ്റെ അമരത്ത് വരികയുണ്ടായി. ഇത് തുടങ്ങിയത് മ്യൂസിയം സൂ കോമ്പൗണ്ടിലായിരുന്നു. അന്ന് ഗവൺമെൻറ് 50 സെൻറ്റ് ഈ സൊസൈറ്റിക്കായിട്ട് നൽകുകയുണ്ടായി. തുടർന്ന് മ്യൂസിയം വികസനത്തിന്, സൂവിൻ്റെയും മ്യൂസിയത്തിൻ്റെയും വികസനത്തിന് കൂടുതൽ സ്ഥലം ആവശ്യമായത് കാരണം ഈ സൊസൈറ്റി അവിടെ നിന്ന് മാറ്റി കനകക്കുന്നിൻ്റെ ആരംഭത്തിലുള്ള ഒരു ഓഫീസ് ഞങ്ങൾക്ക് നൽകുകയും അവിടെ ഇത് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. അന്ന് കനകക്കുന്നിലെ ഉദ്യാനത്തിൻ്റെ ചുമതല ഈ സൊസൈറ്റിക്കായിരുന്നു. തുടർന്ന് കനകക്കുന്ന് PH പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിന്ന് ടൂറിസം വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം ഈ സൊസൈറ്റി ഇവിടെയുള്ള ഈ കനകക്കുന്നിൻ്റെ സൂര്യകാന്തിയുടെ ബാക്കിലുള്ള ഈ സ്ഥലത്തേക്ക് സൊസൈറ്റിക്ക് സ്ഥലം അനുവദിക്കുകയും അങ്ങനെ അന്ന് മുതൽ ഇവിടെ പ്രവർത്തിച്ചു വരികയും ചെയ്യുകയാണ്. നമ്മുടെ ഈ കേരള അഗ്രി ഹോർട്ടി സൊസൈറ്റിയുടെ ഓർഗനൈസേഷൻ സംവിധാനം എന്ന് പറയുന്നത് ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയാണ് ഈ റൊട്ടീനായിട്ടുള്ള കാര്യങ്ങളും ദൈനംദിന കാര്യങ്ങളൊക്കെ മുമ്പോട്ട് നയിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ തലപ്പത്ത് എന്ന് പറയുന്നത് ഒരു പ്രസിഡൻ്റാണ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഓർഗനൈസിങ് സെക്രട്ടറി എന്ന് പറയുന്നത് നമ്മുടെ മ്യൂസിയം ഡയറക്ടറാണ്. പിന്നെ ഇത് കൂടാതെ 2 വൈസ് പ്രസിഡന്റുമാരുണ്ട്, പിന്നെ ഒരു ഹോണററി സെക്രട്ടറി ഉണ്ട്, പിന്നെ ഒരു ജോയിന്റ് സെക്രട്ടറി ഉണ്ട്. ഇത് കൂടാതെ ഒരു 11 എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ കൂടി ചേർന്നിട്ടുള്ളതാണ് ഇതിൻ്റെ സംവിധാനം. ഓരോ 2 വർഷം കൂടുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ കമ്മിറ്റിയുടെ ഇലക്ഷൻ, ജനറൽ ബോഡി ഇലക്ഷൻ നടത്തി പുതിയ ഭാരവാഹികൾ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. മ്യൂസിയം ഡയറക്ടറാണ് നമ്മുടെ ഇതിൻ്റെ എക്സ് ഒഫീഷ്യൽ സെക്രട്ടറി കം ട്രഷറർ. പിന്നെ ഇത് കൂടാതെ 4 ഡിപ്പാർട്ട്മെന്റിലുള്ള സെക്രട്ടറി തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരും ഈ കമ്മിറ്റിയിലെ ഒരു പാർട്ടാണ്. നമ്മളെല്ലാ കമ്മിറ്റിയിലും അവർ ക്ഷണിക്കാറുണ്ട്. ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്തിട്ടുള്ള 5 ഡിപ്പാർട്ട്മെന്റിൽ പ്രതിനിധികളോടുകൂടി ഈ നമ്മുടെ സൊസൈറ്റിയുടെ ഈ കമ്മിറ്റിയുടെ ഒരു ഭാഗമാണ്. പച്ചക്കറി വിത്തുകൾ തൈകളുടെ കളക്ഷനാണ് ഇത്. നമ്മുടെ മുരിങ്ങ ഇതെല്ലാം എല്ലാ പച്ചക്കറി തൈകളും 15 രൂപയാണ്. ഒരു കവറിൽ ഉള്ളതിന് 15 രൂപയാണ്. ഇത് നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ കളക്ഷനുള്ള ഏരിയയാണ്. നമുക്ക് ഇവിടെ നമ്മുടെ കേരളത്തിൽ യോജിച്ച എല്ലാ
ഫ്രൂട്ട് പ്ലാന്റ്സും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാം നമ്മുടെ പൊതു വിപണിയിലെക്കാട്ടിയും കുറച്ചാണ് നമ്മൾ ഇവിടെ ഇത് ഭോജനത്തിനായിട്ട് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. മിക്കവാറും ഉള്ള ഇത് പോരാഞ്ഞിട്ട് നമ്മുടെ ലോക്കൽ ഫ്രൂട്ട് ഐറ്റംസ് പോരാഞ്ഞിട്ട് കുറച്ച് എക്സോട്ടിക് ഫ്രൂട്ട്സ് ഐറ്റംസുകളും ഉണ്ട്. പിന്നെ അത് പോരാഞ്ഞിട്ട് തെങ്ങിൻ തൈ, അങ്ങനെയുള്ള പാം ഐറ്റംസ്, പല വിവിധ തരത്തിലുള്ള തെങ്ങിൻ തൈകളും ഉണ്ട്. അതായത് ഹൈബ്രിഡും ഉണ്ട്, നമ്മുടെ ഗ്രീൻ ഡോർഫ് ഗ്രീനും ഉണ്ട്. ഇതാണ് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എയർലി ഇതുപോലുള്ള പ്ലാവിൻ്റെ തൈ, അങ്ങനെ എല്ലാം ഉണ്ട്. ഇതൊക്കെ ചുവന്ന വെറൈറ്റി പേരയുടെ ചുവന്ന വെറൈറ്റി, ഉള്ളിൽ ഉൾഭാഗം ചുവപ്പായിട്ടിരിക്കുന്ന പേരയ്ക്ക. ഇത് വേറൊരു ടൈപ്പ് പ്ലാവാണ്. സ്വദേശിയും വിദേശിയുമായ നിരവധി ഫലവൃക്ഷ തൈകൾ ഇവിടെ വിൽപ്പനയ്ക്ക് ഒരുക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ എക്സോട്ടിക് പ്ലാന്റായ അബിയു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് എക്സോട്ടിക് വെറൈറ്റീസ് വേറെയും ഒരുപാടുണ്ട്. വെറൈറ്റിയിൽ വരുന്ന പ്ലാവ് ചുങ്കാപ്പുര തന്നെ. സ്റ്റാർ ഫ്രൂട്ട് ഇതാണ് മറ്റേ ഇത് രാമഗംഗ എന്ന് പറയുന്ന ഹൈബ്രിഡ്. പിന്നെ ഡോർഫ് ഉണ്ട്, മലേഷ്യൻ ഗ്രീൻ ഡോർഫ് ഉണ്ട്, യെല്ലോ ഡോർഫ് ഉണ്ട്. തെങ്ങിൻ തൈയിലുള്ളത് ഇത് ഹൈബ്രിഡ് നമുക്ക് കുറച്ച് വില കൂടുതലാണ്. പിന്നെ നമ്മളെ കുറ്റിയാടി വെറൈറ്റി ഉണ്ട്, ലോക്കലായിട്ടുള്ള. കമ്മിറ്റി വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിവിടെ വരുന്ന ആൾക്കാർ നമ്മളെ ഫീഡ്ബാക്കിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. ഒരുപാട് അതിൻ്റെ സെറ്റപ്പ് തന്നെ മാറിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ വരുന്ന ആൾക്കാർക്ക് വളരെ മിതമായ വിലയ്ക്കാണ് ഞങ്ങൾ ഈ അഗ്രി ഇൻപുട്സ് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓർഗാനിക് ഫാമിങ്ങിൽ ഊന്നിക്കൊണ്ടാണ് നമ്മളിവിടെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സെക്ഷനാണ് ഇത്. നമ്മുടെ റെയിൻ ഷെൽട്ടർ പോലെ നമ്മളൊരു ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ട് ഇതിലെല്ലാം ഉണ്ട്. നമ്മളെ കോമൺ ആയിട്ട് നമുക്ക് ഇവിടെ ഉള്ള എല്ലാ ഇൻഡോർ പ്ലാന്റ്സ് ചെടികളും ഉണ്ട്. അതായത് ഇതൊക്കെ വളരെ വില കുറവായിട്ടുള്ള സാധനങ്ങളാണ്. ചൈന റെഡ് ഉണ്ട്, അഗ്ലോണിമയുണ്ട്. എല്ലാം ഇൻഡോർ പ്ലാന്റ്സ് മിക്കവാറും നല്ലൊരു കളക്ഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. കലേഡിയം ഫിലോഡെൻഡ്രോൺ ായിട്ടുള്ള ഇതാണ്, ഇൻഡോർ പ്ലാന്റ്സുകളാണ്. ഇതുണ്ട്, HNKയുടെ ഇതുണ്ട്. ഇത് നമ്മുടെ പുതിയതായിട്ട് വന്ന പുതിയ അറൈവലാണ്. വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇതിൽ നമ്മളിങ്ങനെ ഇവിടെ പച്ചക്കറി വിത്തുകളെല്ലാം ഇത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത്.
ഞങ്ങളിപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ഫുൾ സ്വിങ്ങിലായിട്ടില്ല. അത് പൊന്നാങ്കണ്ണി ചീരയാണ്, നല്ല ഗ്രോത്ത് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഹാർവെസ്റ്റ് കഴിഞ്ഞാണ്. ഇത് ഗാർഡനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന പോട്ട്സ് ആണ്. ഓർക്കിഡ് പോട്ട്സ് ഉണ്ട്, സാധാരണ വെജിറ്റബിൾ നടാനുള്ള പോട്ട്സ് ഉണ്ട്, ഹാങ്ങിങ് പോട്ട്സ് ഉണ്ട്. തൊഴിക്കൽ നിന്ന് ആണ് നമ്മളിത് ഇവിടെ ലഭിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ സിമെൻറ്റ് പോട്ട്സ് ഉണ്ട്, കളർ സിമെൻറ്റ് പോട്ട്സ് ഉണ്ട്, കളർ ചെയ്യാത്ത സിമെൻറ്റ് പോട്ട്സ് ഉണ്ട്, മഡിൻ്റെ പ്ലേറ്റ് ഉണ്ട്, ബോൺസായി പോട്ടുണ്ട്. ഇത് മണ്ണ്, ചാണകം, കരിച്ചേരി, പുല്ലുവേലി, വേപ്പിൻപിണ്ണാക്ക്, രോഗാൻ. നമ്മൾ റെഡി ആയിട്ട് നമ്മൾ പോട്ടി മിക്സ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഈ പോട്ടി മിക്സിൽ മണ്ണ് ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചകിരിച്ചോർ കമ്പോസ്റ്റ് ചേർക്കുന്നുണ്ട്, ചാണകപ്പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ പാഡി ഹസ്ക് ചേർക്കുന്നുണ്ട്, ഉമി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ഡോളമൈറ്റ്, ഇത്രയും ചേർത്താണ് നമ്മളിവിടെ പോട്ടി മിക്സ് ഉണ്ടാക്കുന്നത്. ഒരു കൊട്ടയ്ക്ക് 90 രൂപയാണ്. ഏകദേശം 10-20 കിലോയ്ക്ക് അടുത്ത് വെയിറ്റ് വരുന്ന ഒരു കൊട്ടയ്ക്ക് 90 രൂപയാണ് നമുക്ക് ഇതിൻ്റെ വില. ഓർക്കിഡ്, കാക്ടസ് തുടങ്ങി ധാരാളം അലങ്കാര ചെടികൾ ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ്. ഈ ഷീറ്റാണ് നമ്മൾ അതിനെ ഫോൾഡ് ചെയ്തിട്ട്, ഇതിനാണ് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് ഇതിൽ സ്ക്രൂ ചെയ്ത് വെച്ചിട്ട് ഈ ബേസ് ഇതിനെ ഉപയോഗിക്കും. ഇതാണ് ഇപ്പോൾ നമ്മൾ വിപണിയിൽ വന്നിട്ട് അധിക കാലമായിട്ടില്ല. ഇത് എയർപോർട്ട് എന്ന് പറയുന്ന സാധനമാണ്. ഇതിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിൻ്റെ ഈ മേൽഭാഗത്ത് ഈ ഒരു 3-4 ഇത് മാത്രമേ ഉള്ളൂ എയർ പോകുന്നത്, ബാക്കിയെല്ലാം ക്ലോസ്ഡ് ആയിട്ടുള്ളത്. ഇത് നമുക്ക് ഡിറ്റാച്ചബിൾ ആണ്, നമുക്ക് ഇത് സ്ക്രൂ ചെയ്ത് വെച്ചേക്കാൻ ബേസ് ഉണ്ട്. അത് പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് വളരെ ഇതായിട്ടുള്ളതാണ്. കാര്യം റൂട്ടിങ് സോളിൽ നല്ല എയറേഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട്, അതുകൊണ്ട് നല്ല ഗ്രോത്തും ഉണ്ട് ഇതിൽ വയ്ക്കുന്ന ചെടികൾക്കില്ല. കംപ്ലീറ്റ് വലിയ ഒരു 16, 18, 20, 22 അങ്ങനെ വലിയ ഇഞ്ച് ഉള്ള പോട്ടുകളാണ്. വിവിധ തരത്തിലുള്ളതുണ്ട്. ചെറിയ പോട്ട്, ഓർണമെന്റൽ പ്ലാന്റ്സിന് വേണ്ടിയുള്ള ചെറിയ പോട്ടുകൾ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് തനത് ഉൽപ്പന്നമായ വളർച്ചാ മിശ്രിതം. ഇത് നമ്മളൊരു ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഒരു ജൈവക്കൂട്ടാണ്. പല കർഷകരും ഇവിടെ വന്ന് ജൈവവളങ്ങൾ, പലതരത്തിലുള്ള ജൈവവളങ്ങൾ വാങ്ങിക്കും.
വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, കടലപ്പിണ്ണാക്ക്, ഇങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു മിക്സാണ് നമ്മളിവിടെ. ഇതിനകത്ത് ചാണകമുണ്ട്, കോഴിവളമുണ്ട്, വേപ്പിൻ പിണ്ണാക്കുണ്ട്, എല്ലുപൊടിയുണ്ട്, പിന്നെ സീവീഡ് എക്സ്ട്രാക്റ്റ് ഉണ്ട്, പിന്നെ വാമുണ്ട്, പിന്നെ കുറച്ച് ഡോളോമൈറ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കും. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മളൊരു 3-4 ദിവസം നമുക്ക് ഇതിനകത്ത് കൂട്ടിയിട്ട് ട്രൈക്കോഡർമയും ചേർത്ത് അല്ലെങ്കിൽ സ്യൂഡോമോണാസും കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ വേസ്റ്റ് ഡീകമ്പോസർ ചേർത്ത്, ഇത് ഏതെങ്കിലും ഒന്ന് ചേർത്ത് നമ്മളിത് ഡീകമ്പോസ് ചെയ്തിട്ടാണ് ഇത് കർഷകർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത്. അതിന് തന്നെ കുറച്ച് മൈക്രോന്യൂട്രിയൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർക്കാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ജൈവവളങ്ങളൊന്നും പ്രത്യേകിച്ച് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നല്ല ഗ്രോത്തും കാര്യങ്ങൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ കിട്ടും. ചിലവും വളരെ കുറവായിരിക്കും. മറ്റ് വേപ്പിൻ പിണ്ണാക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 40-45 രൂപയോളം വില വരുന്നുണ്ട്. എല്ലുപൊടിക്കാണെങ്കിൽ 37 രൂപയോളം വില വരുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഏകദേശം 30 രൂപയ്ക്കാണ് നമ്മളിവിടെ നമുക്കിത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വെർമി കമ്പോസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. ഏകദേശം 13ഓളം ഐറ്റംസ് നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർത്താണ് നമ്മൾ ജൈവവള കൂട്ടുണ്ടാക്കുന്നത്. എൻ്റെ പേര് അർജിത്ത്, സ്ഥലം മലയങ്കിഴാണ്. ഇതിപ്പം മെയിനായിട്ട് നിൽക്കുന്ന പോട്ടിങ്സ് കൂട്ടാനാണ്. പിന്നെ ചെടികൾ ആരെങ്കിലും ചെടികൾ കൊടുക്കും. ഇവിടെ വന്നിട്ട് ഏതാണ്ട് 1 വർഷം. നമ്മുടെ കയ്യിൽ വിവിധതരം മൈക്രോ ഫുഡ്സ്, ന്യൂട്രിയൻസ്, അതായത് ഒരുപാട് കമ്പനികളുടെ മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. പിന്നെ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ഉണ്ട്, റൂട്ടിംഗ് ഹോർമോൺസ് ഉണ്ട്. അതെല്ലാം ഈ ഏരിയയിലാണ്. പിന്നെ വരുന്നത് നമ്മുടെ ഇത് പച്ചക്കറി വിത്തുകൾ. ഇത് ഇത്രയും മിക്കവാറും ഉള്ള എല്ലാ വെറൈറ്റി വിത്ത് നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് പോരാഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ വിത്തുകൾ, പിന്നെ മില്ലറ്റായിട്ടും ഉണ്ട്, മില്ലറ്റ് പൗഡറുമായിട്ടും ഉണ്ട്. എല്ലാ ഒരു 8 തരം മില്ലറ്റുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അത് പോരാഞ്ഞിട്ട് തേനുണ്ട്, പിന്നെ ഇത് മഞ്ഞൾപ്പൊടി, ഓർഗാനിക് ആയിട്ടുള്ള മഞ്ഞൾപ്പൊടിയുണ്ട്, വെളിച്ചെണ്ണയുണ്ട്, പിന്നെ പഴമായിട്ടുള്ള ചെറിയ ഇംപ്ലിമെൻറ്റ്സ്, അതായത് ചെറിയ പിക്കാസ്, മമ്മട്ടി, പിന്നെ ഇത് വലിയ ഈ സോ അങ്ങനെയുള്ളതുണ്ട്. പിന്നെ പുല്ല് വെട്ടുന്ന ഇതുണ്ട്, ചെറിയ സ്പ്രേയേഴ്സ് ഉണ്ട്, ഒരു സെറാമിക്, അങ്ങനെ 3 രീതിയിലുള്ള പോട്ടുകളുണ്ട്. അതിൽ എല്ലാ ടൈപ്പും ഉണ്ട്. ഹാങ്ങിങ് പ്ലാന്റ്സിനുള്ളതുണ്ട്, അല്ലാതെയുള്ള പ്ലാന്റ്സിനുള്ളതുണ്ട്. പിന്നെ നമ്മളതിൽ ഹോസ്, ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള ജലസേചനം നടത്താൻ വേണ്ടിയിട്ടുള്ള ഹോസ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ചെറിയ പോട്ട് നമ്മൾ വീടിനുള്ളിലൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് പോട്ടിൽ വെള്ളമൊന്നും നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഇതാവാതിരിക്കാൻ വേണ്ടിയുള്ള പ്ലേറ്റുകൾ, അതായത് പോട്ടിൻ്റെ അടിയിൽ വയ്ക്കുന്ന പ്ലേറ്റുകൾ, വിവിധതരം പ്ലേറ്റുകളുണ്ട്. അതേപോലെ തന്നെ വിവിധതരം പോട്ടുകളും ചെടിച്ചട്ടികളുമുണ്ട്. നമ്മുടെ ഈ സംഘടനാ സംവിധാനം നേരത്തെ പ്രസിഡന്റ് പറഞ്ഞിരുന്നു എപ്പോഴാണ് തുടങ്ങിയതെന്നൊക്കെ. നമ്മളിപ്പോൾ ഇന്നത്തെ സെറ്റപ്പിൽ ഇവിടെ ഏതാണ്ട് 826 മെമ്പർമാരാണ് നമ്മുടെ ഈ അഗ്രികൾച്ചർ സൊസൈറ്റി ഉള്ളത്. ഒരുപാട് പേര് മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാറുണ്ട്. നമ്മളത് ആര് വന്നാലും മെമ്പർഷിപ്പ് കൊടുക്കുക എന്നുള്ള സംവിധാനമൊക്കെ ഒഴിവാക്കി നമ്മളൊന്ന് അനലൈസ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഫോം സ്ക്രൂട്ടിനി ചെയ്തിട്ട് ഇവർ പറ്റിയ രീതിയിലുള്ള അംഗങ്ങൾ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ മെമ്പർഷിപ്പ് കൊടുക്കാറുണ്ട്. അല്ലാത്തവരെയൊക്കെ നമ്മൾ നിരാകരിച്ച് അറിയിക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിപ്പം ഓരോ വർഷം പോകുന്തോറും നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കാരണം വലിയ ലാഭമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണെങ്കിൽ പോലും നമുക്കിവിടെ ആൾക്കാരുടെ തിരക്ക് ദൈനംദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മിതമായ വിലയ്ക്ക് കൊടുത്തു പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ലാഭത്തിലും നേരിയ വർധനവ് നമുക്ക് കാഴ്ചപ്പാടിലൂടെ അതിലേക്ക് നടപടി കൂടി നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. കയർവിട്ട് പ്രത്യേക രീതിയിൽ ചെയ്ത് മോൾഡിൽ വെച്ച് പ്രസ് ചെയ്തെടുക്കുന്നതാണ് വളരെ എക്കോ ഫ്രണ്ട്ലി സാധനമാണ്. നമ്മളെ താമരയോ ആമ്പലോ ഒക്കെ നമുക്ക് വളർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ വലിയ ടൈപ്പും ഉണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു മീഡിയം ടൈപ്പിനെ പറയാം. ഇതിൻ്റെ വലിയ ടൈപ്പുണ്ട്, അത് നമ്മളതിൽ അവൈലബിൾ ആണ്.
പിന്നെ നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ വേണ്ടി ഉപയോഗിക്കുന്നത് ലോക്ക് വരുന്നു. ചെടിയിൽ സപ്പോർട്ട് ചെയ്ത് പടർന്ന് കയറാനുള്ള ഇതാണ് കൊക്കോ പോൾ എന്ന് പറയുന്നത് സാധനം. ഇത് പോട്ട് റൈസ്. അതുകൂടെ എന്നിട്ട് ഇത് ഈ ഏറ്റവും ചെറിയ കവർ തൊട്ട് വലിയ കവർ വരെ എന്നതാണ്. എല്ലാം ഗ്രോ ബാഗിൻ്റെ വലിയ ബാഗുകൾ. ഇതുവരെയുള്ള ഇതുവരെയുള്ള അത്ര മാക്സിമം സൈസിലുള്ള സാധനം. $20 വാഴയൊക്കെ നട്ടിട്ട് വാഴ അതില് ഒരു തവണ ഇവിടെ നേരെന്ന് പറഞ്ഞ് വളം വാങ്ങിച്ചിട്ട് നല്ല അയറും കോമ്പോ മറ്റേ മിക്സറും ഇനി ഒരു സെറ്റും കൂടെ വളം വെള്ളവ് കിട്ടിയില്ല. ആവണേ ഉള്ളൂ. ഇത് നട്ടിട്ട് 4 മാസം. പക്ഷെ അതിന്റെ ഒറ്റ ഞാൻ എന്റെ വീട്ടിൽ നട്ടത് പോലെ വരാറായി. ഈ വളങ്ങൾ ഇട്ടതാണ് അതിന്റെ. അതാണ്. പിന്നെ വീട്ടില് ചെടി ഏകദേശം ഒരുപാടുണ്ട് ചെടി. അല്ല ഞങ്ങള് പതിവായിട്ട് ഇവിടെ തന്നെ വളം. കുഴപ്പമില്ല, വളം കൊള്ളാം. നല്ലൊരു ഉള്ള വളമൊക്കെ. ആൾക്കാരുടെ പെരുമാറ്റം വേറെ കുഴപ്പമില്ല. എല്ലാം ഇത്തിരി സബ്സിഡി ലാഭമുണ്ട്. ലാഭമുണ്ട് എല്ലാം. അവന് എന്റെ പേര് വസന്തകുമാരി ദേവകുമാർ. ഇത് 18 അടി നീളമുള്ള തോട്ടയാണ്. ഇതിൽ 3 ഇത് മുകളിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം. ഒന്ന് വല, ഒന്ന് ഹൂക്ക്, ഒന്ന് ഈ മാങ്ങയൊക്കെ പറിക്കാൻ വേണ്ടി ഒരു ബ്ലൈഡ് പോലത്തെ. അങ്ങനെ 3 ഇതിന്റെ കൂട്ടത്തിലുള്ളതാണ്. ഇതിന്റെ കൂടെ സപ്ലൈ വരുന്നതാണ്. വീഡിങ് മൾച്ച്, മറ്റേ കളറുകൾ വരാതിരിക്കാനുള്ള വീട് മൾച്ച്, പ്ലാസ്റ്റിക് മൾച്ച് എന്നും പറയും. പിന്നെ പല ടൈപ്പ് പല ഷെയ്ഡ് ഇതിലുള്ള ഷെയ്ഡ് നെറ്റുകൾ, പല പല പെർസെൻറ്റേജ് ഷെയ്ഡ് വരുന്ന ഇതുണ്ട്. പിന്നെ വലിയ ഡ്രമ്മ്, വലിയ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ടെറസിൻ്റെ മുകളിലൊക്കെ പ്ലാന്റ് ചെയ്യാനുള്ള ഇങ്ങനെയുള്ളതുണ്ട്. ഇവിടുത്തെ ഓഫീസിലെ സ്റ്റാഫിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മാനേജറാണ് ഈ ഓഫീസിലെ ഹെഡ് ഓഫ് ഓഫീസ് എന്ന് പറയുന്നത്. അദ്ദേഹം സത്യൻ, KK സത്യനാണ് ഇതിൻ്റെ മാനേജർ. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തെ സഹായിക്കാനായിട്ടും മറ്റുള്ള സെയിൽസും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു 9 സബ് സ്റ്റാഫ് കൂടിയുണ്ട്. അങ്ങനെ മൊത്തം 10 പേരാണ് ഇതിൻ്റെ ഓഫീസ് സ്റ്റാഫും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകുന്നത്.
പേര് ജോർജ്, കവടിയാറ താമസം. ഞാനിപ്പോൾ ഇവിടെ ഒരു 10-25 വർഷമായിട്ട് സ്ഥിരമായി വരുന്ന ഒരാളാണ്. പക്ഷെ കഴിഞ്ഞ ഒരു 5-8 വർഷമായിട്ട്, അല്ലെങ്കിൽ അടുത്ത ഒരു സാഹചര്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ട്. കാരണം വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന പോലെയല്ല ഒരു ഉണർവ്. ഇവിടുന്ന് ഞാൻ വാങ്ങാത്ത ഈ പല വൃക്ഷ തൈകളില്ല. മിക്കവാറും ഒക്കെ ഇവിടുന്ന് വാങ്ങിച്ച് ഈ പോട്ടിൽ വെച്ച് കൃഷി ചെയ്യുന്ന ഒരു ഏർപ്പാട് എനിക്കുണ്ട്. അതിനെ വളരെയേറെ സഹായിച്ചത് ഇവിടുത്തെ കൃഷി ഓഫീസർ സത്യൻ സാറ്. വളരെ ഫലപ്രദമായ ഒരു ഇതാണ്. എന്തെങ്കിലും നിസ്സാര ഒരു കാര്യത്തിന് ഞാൻ എപ്പോൾ വിളിച്ചാലും, ഏത് ഉറക്കത്തിൽ ആണെങ്കിലും പിന്നെ അതിന് പ്രതികരിക്കാറുണ്ട്. അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരാറുണ്ട്. അത് തന്നെ ഒരു വലിയ ആശ്വാസമാണ്. സ്റ്റാഫുകളെ സംബന്ധിച്ച് പറയാമെന്നുണ്ടെങ്കിൽ, ഇത്ര സഹകരണമുള്ള സ്റ്റാഫ്, ഇതിന് പറ്റിയൊരു സെക്രട്ടറി, ഇവരെല്ലാം തന്നെ വളരെ നമുക്കൊരു പോസിറ്റീവ് എനർജിയോടുകൂടി ഇവിടെ നിന്ന് വന്നിട്ട് പോകാനൊക്കെ തോന്നും. അതൊരു സത്യമാണ്. ഇനി വിലയുടെ കാര്യം പറഞ്ഞാൽ, ഒരു നഴ്സറികളിലും ഇല്ലാത്ത വിധത്തിൽ ഇവർ നല്ലൊരു ഡിസ്കൗണ്ടോട് കൂടിയാണ്. സ്വന്തമായിട്ടൊരു വളമുണ്ട് ഇവിടെ, പിന്നെ ഓർഗാനിക് മിക്സ് എന്ന് പറഞ്ഞ്, അത് ഇവിടുത്തെ കൃഷി ഓഫീസർ തന്നെ ഡെവലപ്പ് എടുത്തിരിക്കുന്ന സാധനം, ഒന്നാം തരം സാധനമാണ്. വേണ്ടിയുള്ള ഒരുപാട് ആൾക്കാർ സ്ഥിരമായി വരുന്ന ഒരു ഇടവായിട്ട് ഇപ്പോൾ ഇവിടെ മാറിയിട്ടുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു നമ്പർ 1 എന്ന് ഞാൻ നിസ്സംശയം പറയണം. ഞാൻ കയറാത്ത നഴ്സറികളോ അതുപോലെ തന്നെയുള്ള സ്ഥാപനങ്ങളോ ഇല്ല, കയറാത്തതായിട്ടില്ല. പേര് ഇന്ദിരയാണ്. ഞാൻ 15 വർഷം കൊണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു. പിന്നെ എനിക്ക് ചെടിയെ പറ്റിയൊക്കെ എല്ലാം അറിയാം, ഏകദേശമൊക്കെ അറിയാം. പിന്നെ ഇവിടെയൊക്കെ ഇൻഡോർ കൊണ്ട് ഔട്ട്ഡോർ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ചെടികളെല്ലാം ഇൻഡോർ പ്ലാന്റിൽ ഇത് വയ്ക്കാം, CC പ്ലാന്റ്. പിന്നെ ഇത് പെൻഡനസ് എന്ന് പറഞ്ഞ ഫ്ലവർ പ്ലാന്റ് ആണ്. ഇത് കാറ്റസ് വെറൈറ്റിയിലുള്ളതാണ്. പിന്നെ ഇത് ബ്രഹ്മലിയാട് ഈ ചെടി. ഈ ചെടി അഡീനിയാണ്, ബോൺസായി ഐറ്റമാണ്. ഇത് മണി പ്ലാന്റ്. ഇത് ബൊഹേനിയ എന്ന് പറഞ്ഞ പുതിയ ഒരു വെറൈറ്റി ചെടിയാണ്. ബൊഹേനിയ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഇത് 10 മണി. ഇത് ടേബിൾ പാം. ഇത് ഇൻഡോർ പ്ലാന്റ് ആണ്. ഇത് ഒരു മണി പ്ലാന്റ് വെറൈറ്റി. ഇത് വൈറ്റ് അരേലിയ ഹൈബ്രിഡിന്റെ ആണ്. ഈ ഐറ്റം തൂറ്റിയെന്ന് പറഞ്ഞു. ഇൻഡോർ പ്ലാന്റിനും വയ്ക്കാം, ഔട്ട്ഡോറിനും വയ്ക്കാം. ഈ പ്ലാന്റ് ആണ്. എന്തായാലും ഈ സാരഥികളുടെ ഉയരങ്ങളിലേക്കുള്ള ഓരോ ചവിട്ടുപടിയും ഈ സ്ഥാപനം വീണ്ടും ഉന്നതങ്ങളിലേക്ക് വിജയപ്രാപ്തിയിലെത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.